അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളാണ്. എന്ത് ഇങ്ങോട്ട് നോക്കിയേ, മെഡിറ്റേറ്റ് ചെയ്യണം. എല്ലാവർക്കും നമസ്കാരം, എൻ്റെ പേര് ഷഫീഖ്. ഈ ചാനലിലെ പേര് പോലെ തന്നെ 30+ ഷഫീഖ്. സാധാരണ എനിക്ക് വീഡിയോ എടുത്ത് തരാനും എഡിറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് എൻ്റെ ഒരു കസിൻ ഉണ്ടാവാറുണ്ട്. ഇന്ന് ആരുമില്ല, പക്ഷെ നമുക്ക് വീഡിയോ എടുത്തേ പറ്റുള്ളൂ. കാരണം എന്താ? പ്രൊഡക്ടിവിറ്റി. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോണത് പ്രൊഡക്ടിവിറ്റി ആഫ്റ്റർ 30. ഇൻസ്റ്റഗ്രാം തുറന്നാൽ തന്നെ ഫുൾ മോട്ടിവേഷനാണ്. രാവിലെ നേരത്തെ എഴുന്നേൽക്കണം, മെഡിറ്റേറ്റ് ചെയ്യണം, ഗ്രീൻ ടീ കുടിക്കണം, ഷുഗർ കട്ട് ചെയ്യണം, കരിയർ ഫോക്കസ് ചെയ്യണം, അങ്ങനെ എന്തൊക്കെ. ഇങ്ങോട്ട് നോക്കിയേ. പക്ഷെ നമ്മൾ 30+ ആയിട്ടുള്ള ആൾക്കാരെ രാവിലെ എഴുന്നേക്കണ തന്നെ വലിയൊരു കാര്യമാണ്. നടുവേദന, മുട്ടുവേദന, വർക്ക് പ്രഷർ, പിന്നെ എങ്ങനെയെങ്കിലും ഒരു ദിവസം ഒരു പ്രശ്നമില്ലാണ്ട് അവസാനിപ്പിക്കുക, ഇതൊക്കെയാണ് നമ്മുടെ ചിന്ത. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ ആഫ്റ്റർ 30 പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ കുറേ കാര്യങ്ങൾ ചെയ്യണമല്ല. ചെയ്യുന്ന കാര്യങ്ങളിൽ കൂടുതൽ ഓവർ തിങ്ക് ചെയ്യാതെ, ഓവർ സ്ക്രോൾ ചെയ്യാതെ പരിപാടി വൃത്തിക്ക് ചെയ്യാന്നുള്ളതാണ്. പക്ഷെ നമ്മൾ വല്ല വർക്ക് റിലേറ്റഡ് ആയിട്ട് വല്ല മെയിൽ വെക്കാനോ എന്തെങ്കിലും ആവശ്യത്തിന് ഫോൺ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ചിറാപ്പുഞ്ചി മഴയുടെ ഒരു കളി തന്നെ. എന്നാൽ ഇത് കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി നോക്കാതെ നടക്കുമ്പോഴേക്കും പിന്നെ ഇതിങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്തായിരിക്കും ഏതെങ്കിലും അകന്ന ബന്ധുവോ തൊട്ടപ്പുറത്തെ വീട്ടിലെ ചേച്ചിയോ എന്ന് ചോദിക്കും, പ്രായം കുറേ ആയില്ലേ, പണിക്ക് വെക്കൂടെ? ഇവരുടെ അടുത്ത് നമ്മൾ വർക്ക് ഫ്രം ഹോം, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, കോണ്ടന്റ് ക്രിയേഷൻ, ഇതൊക്കെ ഒരു ജോലിയാണെന്നും ഇതിൽ നിന്നൊക്കെ പൈസ ഏൺ ചെയ്യാമെന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കൊന്നും ആക്സെപ്റ്റബിൾ അല്ല. സ്വന്തം മകളെ വിരാട് കോഹ്ലി വന്ന് പെണ്ണാലോചിച്ചാൽ അവനിപ്പോഴും കളിച്ചെടുക്കാന്ന് പറഞ്ഞ് കെട്ടിച്ചു കൊടുക്കാത്ത ടീമായിരിക്കും. ഇനി കുറച്ച് സീരിയസ് ആവാം. നമ്മൾ 30+ ആയിട്ടുള്ള ആൾക്കാരാണ് റിയൽ സൂപ്പർ ഹീറോസ്. കാരണം എന്താ വെച്ചാൽ നമ്മളൊരു ദിവസം എന്തൊക്കെ ഇമോഷൻസിൽ കൂടെ പോകണം. വർക്ക് പ്രഷർ, ബിൽസ്, പേ, റെസ്പോൺസിബിലിറ്റീസ്, അങ്ങനെ എന്തോരം കാര്യങ്ങളാണ്. അപ്പോൾ സ്റ്റിൽ നമ്മളിതെല്ലാം മാനേജ് ചെയ്യും, നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യും. പറ്റില്ലെന്ന് പറഞ്ഞാലും നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ ചിലപ്പോഴേ ടയേർഡായിട്ടോ സ്ലോ ആയിട്ടോ ഔട്ട് ഓഫ് ഫോക്കസ് ആയിട്ടൊക്കെ തോന്നാം. പക്ഷെ നമ്മൾ കണ്ടത്ര ഹാർട്ട് ബ്രേക്കും, ഫിനാൻഷ്യൽ ക്രൈസിസും, വീട്ടിലെ പ്രശ്നങ്ങളും ഇതൊന്നും അല്ലാണ്ട് ഉള്ളിലുണ്ടാവുന്ന ഒരു കുത്തലുണ്ട്. എന്താ ഇത്രയായിട്ടും നേരാവാത്തത്, അവരൊക്കെ ശരിയല്ല, ഞാൻ മാത്രം എന്താ ഇങ്ങനെ, ആ തോന്നലൊക്കെ ഉണ്ടായിട്ട് നമ്മൾ മുന്നോട്ട് വന്നില്ലേ. ഇതൊന്നും ലേസി ആയിട്ടുള്ള ഒരാളുടെ ലക്ഷണമല്ല. ഇതൊക്കെ നമ്മൾ നല്ല മെൻ്റലി സ്ട്രോങ് ആയതുകൊണ്ട് മാത്രം പറ്റണതാണ്. ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അപ്പുറത്തുള്ള ഒരാളെ നോക്കി നമുക്ക് പുഞ്ചിരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ സാരില്ല പോട്ടെ എന്ന് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അപ്പോഴേ നമ്മൾ ജയിച്ചില്ലേ. അപ്പോൾ പ്രൊഡക്ടിവിറ്റി എന്ന് വെച്ചാൽ നമ്മൾ നമ്മളെ തന്നെ ബിൽഡ് ചെയ്യുന്നതല്ലേ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മളല്ലേ പ്രൊഡക്റ്റീവ്. പിന്നെ ഇത് 30+ൻ്റെ അതെയാണ്. വേർ ബീങ് ടയേർഡ് ഈസ് നോർമൽ ബട്ട് ഗിവിങ് അപ്പ് ഈസ് നോട്ട് എൻ ഓപ്ഷൻ. എന്ന് വെച്ചാലേ ഇവിടെ തളരും, അത് നോർമലാണ്. പക്ഷെ വിട്ടുകൊടുക്കുക എന്നുള്ളത് അത് ഞങ്ങൾക്കൊരു ഓപ്ഷനേ അല്ല.